വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയാക്രമണം. ഉട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കടുവ കൊന്നു. വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ കടുവ ഓടി. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. ടി അനീസ് അലി ചേരുന്നുണ്ട്. അനീസ്, വനംവകുപ്പ് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെയാണോ കടുവ എത്തിയിരിക്കുന്നത്? എപ്പോഴായിരുന്നു വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുവയുടെ ആക്രമണം തുടരുന്ന പ്രദേശത്ത് തന്നെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഇപ്പോൾ 4 ആടുകളെ കടുവ കൊന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അമരക്കുനിക്കടുത്ത ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഊട്ടിക്കവലയിലെ പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് കടുവ ആടിനെ ആക്രമിച്ചത് കണ്ട് കെട്ടിയിട്ടിരുന്ന കൂട്ടിൽ നിന്നാണ് കടുവ ആടിനെ പിടിച്ചത്. ഇവർ ബഹളം വെച്ചോടുകൂടി ആടിനെ ഉപേക്ഷിച്ച് കടുവ ഓടിപ്പോയി. പക്ഷേ ആട് ചത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരാഴ്ചക്കിടെ മാത്രം 4 ആടുകളെ കൊന്നതോടുകൂടി പ്രദേശത്ത് കടുത്ത ഭീതിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ആടിനെ പിടിച്ചപ്പോഴും കടുവ അത് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ ബഹളം വെച്ചതോടുകൂടി അതിനെ ഉപേക്ഷിച്ച് പോയി. 2 ദിവസമായി ഇപ്പോൾ ഇര പിടിക്കാത്ത സ്ഥിതി കൂടി കടുവ ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശത്ത് ഇപ്പോഴുണ്ട്. 2 ദിവസമായി കടുവ നാട്ടിലിറങ്ങിയതിനു ശേഷം പിന്നീട് അത് തിരിച്ച് കാട് കയറിയിട്ടില്ല എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാനാവുന്നുണ്ട്. അതോടുകൂടി ഈ കടുവ ക്യാമറയിൽ പതിഞ്ഞ അതിന്റെ ദൃശ്യങ്ങൾ വെച്ച് വനംവകുപ്പിന്റെ നിഗമനം എന്ന് പറയുന്നത് ഇത് ഏതോ തരത്തിൽ പരിക്ക് പറ്റിയ കടുവയാണ്. സ്വന്തം നിലക്ക് കാട്ടിൽ കയറി വേട്ടയാടാൻ കഴിയാത്ത ആരോഗ്യാവസ്ഥയാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് കെട്ടിയിട്ട മൃഗങ്ങളെ. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, 4 തവണ ആക്രമിച്ചിട്ടുള്ളതും ആടുകളെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇര പിടിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന മൃഗങ്ങളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യാവസ്ഥ മോശമായ കടുവയാണ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാട്ടിലേക്ക് തിരിച്ചു കയറുക സാധ്യമല്ല. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ നാട്ടിൽ അതുണ്ട്. 2 ദിവസമായി ഇര പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് ഒരു ആക്രമണം, ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളെല്ലാം രാത്രി കാലങ്ങളിലാണ്. 10 മണിക്ക് ശേഷം മാത്രമേ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി പകൽ വെളിച്ചത്തിൽ വരുമോ അല്ലെങ്കിൽ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്ക പ്രദേശത്തുണ്ട്. വലിയ ഭീതിയിലാണ്. ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ്? കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇന്ന് പുനരാരംഭിക്കുകയാണോ തെരച്ചിൽ? തെർമൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചും കുങ്കിയാനകൾ ഉപയോഗിച്ചുമുള്ള തെരച്ചിൽ 2 ദിവസമായി പ്രദേശത്ത് തുടരുന്നുണ്ട്. ഇന്നും ആ തെരച്ചിൽ തുടരും. ഈ തെരച്ചിലിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ കടുവ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് ഇന്നലെ സ്ഥിരീകരിക്കാനായിരുന്നു. മാത്രവുമല്ല, കടുവ ഈ ആടിനെ ഉപേക്ഷിച്ച് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ, അതായത് ഇന്ന് നമ്മൾ ഈ പുലർച്ചെ ഉണ്ടായ ആക്രമണമല്ല, അതിനു മുമ്പ് ആടിനെ കൊന്നപ്പോൾ പ്രദേശത്ത് തന്നെ ഈ ആടിന്റെ ജഡം വെച്ചുകൊണ്ടൊരു കെണി ഒരുക്കിയിരുന്നു. ഈ കടുവ ഈ കെണിക്കടുത്ത് വരികയും ഈ കൂടിന് തട്ടുകയും ചെയ്തതോടുകൂടി ഈ കൂടിന്റെ വാതിൽ അടഞ്ഞു പോയത് കൊണ്ട് അത് കൂട്ടിൽ കയറാനാവാതെ രക്ഷപ്പെടുകയുണ്ടായി. എന്തായാലും ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ കടുവ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. കാൽപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യം ഡ്രോൺ ക്യാമറയിൽ ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പക്ഷെ കൂട്ടിനകത്ത് കടുവ കയറുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ പാകത്തിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഭീതി പ്രദേശത്തുണ്ട്. ഇന്നലെ സ്കൂളുകൾക്കൊക്കെ ആ പ്രദേശത്ത് അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് തൈപ്പൊങ്കൽ ആയതുകൊണ്ട് ജില്ലയിൽ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്. ഏതായാലും വിശദാംശങ്ങൾ നൽകിയത്.